നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇത് സിംഗിൾസിന് നോക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവർക്കും നോക്കാം. ഓക്കെ, ഏത് രീതിയിലുള്ളവർക്കും വേണമെങ്കിൽ റെസൊനേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ റിലേഷൻഷിപ്പിൽ അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ സിംഗിൾസിനും ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞവർക്കും ആകാം. ഓക്കെ, സോ കാർഡ്സിനെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. സോ ഓക്കെ, പേജ് ഓഫ് ഫോൺസ്. പേജ് ഓഫ് ഫോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോസിനെസ് ആണ് എനിക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ ഈ അടുത്ത ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ഹോംലി ഫീലിംഗ് ആയിരിക്കും. ഒന്നെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ കൂടുതൽ ഔട്ട്ഡോഴ്സിനെയും കാട്ടിലും കൂടുതൽ ഇൻഡോർ പ്രിഫർ ചെയ്ത് വീടിൻ്റെ ഉള്ളിലിരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡോർ ആയിട്ടിരുന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പുതച്ചുമൂടി ഒരു മൂവി കാണുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് നമുക്ക് പല രീതിയിലും റിലേഷൻഷിപ്പ് വരും. ഓക്കെ, അല്ലെങ്കിൽ പല ഫ്രണ്ട്സും നമുക്ക് വരും. ചില ഫ്രണ്ട്സിനോട് നമുക്ക് നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റും. നമുക്ക് വീട്ടിലുള്ള പോലെ നമ്മുടെ മേക്കപ്പ് ഒന്നും ഇടാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ നിങ്ങൾ എന്താണ് അത് ഫുള്ളി ഓപ്പൺ ആയിട്ട് അവരുടെ മുമ്പിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര അവരുമായിട്ട് എന്ത് വേണേലും ഷെയർ ചെയ്യാവുന്ന ഒരു പേഴ്സൺ. ഓക്കെ, ആ ഒരു കോസിനെസ്, ഒരു വീട്ടിനുള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരോട് സംസാരിക്കുന്ന പോലുള്ള ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി ഇത് മെയിൻലി ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും നിങ്ങൾ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പായിട്ട് നിന്നിട്ട് ഈ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ലിവിങ് ടുഗദർ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇവരായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ട് മേ ബി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒന്നെങ്കിൽ അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്ലാറ്റിലേക്കോ നിങ്ങൾ ലിവിങ് ടുഗദർ പോലെ നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇഷ്ടമുള്ള വ്യക്തികൾക്കാണെങ്കിൽ. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞ ഒരു ഹോം ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ഓക്കെ, മൊത്തത്തിലൊരു ഹോംലി ഫീലിംഗ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ അവരായിട്ട് ഷിഫ്റ്റ് ചെയ്യും അവരുടെ വീട്ടിലോട്ട്, അല്ലെങ്കിൽ ഇതുപോലെ കോസിനെസ് എന്തും തുറന്നു പറയാനുള്ള ഒരു ഹോംലി ആയിട്ടുള്ളൊരു നേച്ചറുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇൻഡോർ പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ പല രീതിയിലും ഒരു ഹോംലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് 9 ഓഫ് സോർഡ്സ് റിവേഴ്സ്ഡ്. സോ ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്ന വ്യക്തിയോ ആയിരിക്കും. ഓക്കെ, എന്തുവാണേലും ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് വീഡിയോ, മേ ബി ഒരു യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്കും ഇതുപോലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിനെ ആയിരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ രണ്ടുപേർക്കും എന്തോ ഒരു കാര്യത്തിനോട് സെയിം ആയിട്ട് കാര്യങ്ങളിലോട് ഒരു പാഷനേറ്റ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളൊരു പവർ കപ്പിൾ പോലെ ഫോം ചെയ്തിട്ട് പുതിയ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. ഓക്കെ, സോ എനിക്കിത് പറയാനുള്ളൂ, നിങ്ങളുടെ വ്യക്തി ഓക്കെ നിങ്ങളിത് കണ്ടുമുട്ടും, ഒരു ഫ്രണ്ടായിട്ടായിരിക്കും കണ്ടുമുട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലത്തെ ക്വാളിറ്റീസ് ആ ഫ്രണ്ടിൽ കാണുവാണെങ്കിൽ അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈൻ മനസ്സിലാകാം. ഓക്കെ, ഈ വ്യക്തി എനിക്കുള്ളതാണെങ്കിൽ ഈ വ്യക്തിയായിട്ട് ഞാൻ റിലേഷൻഷിപ്പ് ആകാം. ഞാൻ പറയുന്ന ഈ ഒരു റീഡിങ് ട്രൂ ആകാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇപ്പം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകാം. ഓക്കെ, ഒരു സെയിം ആയിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിലാകും നിങ്ങൾ. ഓക്കെ, പിന്നെ മാരേജ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലവർക്ക് മാരേജ് ആണ് ഇഷ്ടം, ചിലവർക്ക് ലിവിങ് ടുഗദർ ആണ്. സോ മാരേജ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് മാരേജിനും ഒരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് എടുക്കാം, ജസ്റ്റിസ്. ഓക്കെ, ഈ ഒരു പേഴ്സൺ മേ ബി ഒരു ആർട്ടിസ്റ്റും കൂടെ ആകാം. ഓക്കെ, സോ അവർ ചെയ്യുന്ന ആർട്ടിനോട് നിങ്ങൾ ഭയങ്കര നിങ്ങൾ ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പെയിന്റിങ് മാത്രമല്ല, എന്ത് സാധനവും ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്. എന്തായാലും അവർ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവിടെ
ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്രിയേഷൻ ഭയങ്കരമായിട്ട് എല്ലാ കാർഡ്സിലും കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും നിങ്ങൾ. സോ നെക്സ്റ്റ് കാർഡ്, ദ ടവർ റിവേഴ്സ്ഡ്. സോ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും മ്യൂസിയം, അങ്ങനെ ഒരു ആർട്ടൊക്കെ, ഒരു എന്താ പറയുക, ഇപ്പോൾ ഷോപ്പിങ്ങിനെയൊക്കെ കാട്ടിലും കൂടുതൽ മ്യൂസിയം, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് ഒക്കെയായിരിക്കും നിങ്ങൾ പോകുന്നത്. ആർട്ട് ഗാലറി ഒക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. പിന്നെ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഡേറ്റ് നൈറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകാനും ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാനും ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇവർ ഭയങ്കരമായിട്ട് ഒരു നല്ല പാട്ടുകാരനാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുന്ന വ്യക്തികളായിരിക്കും. അപ്പം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ, എന്തെങ്കിലും ഫ്രണ്ടോ ഒരു കൊളീഗോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ് ഇങ്ങനെ പാട്ട് നിങ്ങളെ കാണുമ്പോൾ നല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടി നടക്കുന്നവരാണെങ്കിൽ ആ പാട്ടിന്റെ ലിറിക്സ് ശ്രദ്ധിക്കുക. ഓക്കെ, അതിലൊക്കെ എന്തൊക്കെയോ ഹിഡൻ ഒരു അർത്ഥം ഉണ്ടാകും. ഓക്കെ, എന്തെങ്കിലും ഒരു ലവ് സോങ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ, എൻ്റെ റീഡിങ് കാണുന്നവർക്ക് ചിലപ്പം ആരായിരിക്കും നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ ആകുന്നതെന്ന് അറിയത്തുകൊണ്ട് ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയുള്ള ഒരു ഹെൽപ്പാണ്, ഒരു ഗൈഡൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ ഇൻഡിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ചൊരു കാര്യം ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും തുടങ്ങണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതുപോലെ പാട്ടുകൾ പാടി എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ ഒരു വ്യക്തി, അതൊക്കെയാണ് ഇപ്പൊ എനിക്കൊരു ഇൻഡിക്കേഷൻ ആയിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് ഇന്റിമേറ്റ് ആവാൻ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ ലിവിങ് ടുഗദർ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഗേൾസ് ഇപ്പോൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫിസിക്കൽ ഇൻറ്റിമസിക്കും ഹഗ്ഗും കടല് ചെയ്യാനും കിസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തികളായിട്ടാണ് എനിക്ക് കാണുന്നത്. നമുക്കിനി ഇവരുടെ എന്താ പറയുക, ഒരു നെയിമിൻ്റെ ഹിൻഡോ അല്ലെങ്കിൽ എന്താ ഇവരുടെ സോഡിയാക് സൈൻ എന്തോ ആയിരിക്കും എന്നൊക്കെ നോക്കാം. അപ്പോൾ എനിക്കിവിടെ കാണുന്നത് ലിയോ, ജെമിനായി, ടോറസ്, അക്യൂറിയസ്, സ്കോർപ്പിയോൺ. ഓക്കെ, ഇതിലേതെങ്കിലും പെടുന്ന ഒരു സൈനാണ്, സോഡിയാക് സൈനാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ഒരു നെയിം തന്നെ നോക്കുവാണെങ്കിൽ, ഓക്കെ, നെയിമിൻ്റെ ഒരു ഹിന്റ് കാണുവാണെങ്കിൽ DR എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി DR അവരുടെ സ്റ്റാർട്ടിങ്ങിലോ എന്തെങ്കിലും കാണും. പക്ഷെ എന്തായാലും ഡോക്ടർ, ഓക്കെ, DR BB ഒരു ഡോക്ടർ ആയിരിക്കാം. ഓക്കെ, സോ എനിക്കിവിടെ കാണുന്നത് ഒരു DREAM ഒക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഡ്രീം പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാനിയൽ എന്നൊക്കെ പറഞ്ഞ ഡാനിയൽ, ആ പേരൊക്കെ എനിക്ക് കാണുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടൈമിംഗ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും നിങ്ങളൊരു ഡിലയില്ല, ഇപ്പം വേണ്ട, പിന്നീട് മതി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് മൂവ് ഓൺ. അല്ലെ, എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ പുതിയൊരു ലൈഫ് വരുമ്പം അതിനെ അക്സെപ്റ്റ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് റീഡിങ്ങിൽ കാണുന്നത്. സോ ഇഫ് യു ക്ലെയിം ദിസ്, ഓക്കെ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് റെസൊനേറ്റ്സ്, ഉറപ്പായിട്ട് ഇത് റെസൊനേറ്റ് ചെയ്യുന്ന മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോറി, ഉറപ്പായിട്ട് ഇറ്റ് റെസൊനേറ്റഡ് മീ എന്ന് ഒരു കമൻറ്റ് ചെയ്യുക. ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഓക്കെ, എത്ര പേർക്ക് റെസൊനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ നൈസ്.